ശക്തമായ മുന്നേറ്റം ചാത്തന്നൂരിൽ NDA നടത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. 2ാം സ്ഥാനത്ത് ചാത്തന്നൂരിൽ NDA എത്തിയതാണ്. അത് തന്നെയാണ് ഇത്തവണ ആവർത്തിക്കുന്നത്. ചാത്തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തവണ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ അനുകൂല സാഹചര്യം ഇനി അവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. കാരണം കഴിഞ്ഞ 2 തവണയും 2016-ലും 2021-ലും 2ാം സ്ഥാനത്തായിരുന്നു. പക്ഷേ അവിടെ MLA ആയിരുന്ന ജയലാലിൻ്റെ ഒരു സാന്നിധ്യം വളരെ വലിയ തിരിച്ചടിയായിരുന്നു BJPക്ക്. ജയലാൽ ആദ്യഘട്ടത്തിൽ 2016-ൽ 30,000 വോട്ടുകൾക്ക് ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചത്. പിന്നീട് ആ ഭൂരിപക്ഷം BJPക്ക് 17,000-ആയി കുറയ്ക്കാൻ സാധിച്ചു. ഇത്തവണ ജയലാൽ ഇല്ലാത്തൊരു സാഹചര്യം, ആ അനുകൂല സാഹചര്യം എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ ഒരു ഉത്തരമാണ് ഇപ്പോൾ 1400ഓളം വോട്ടുകളുടെ ചാത്തന്നൂരിലെ NDA സ്ഥാനാർത്ഥിയുടെ ലീഡ്. സുധീഷ് വിവരങ്ങളുമായി ചേരുന്നു. സുധീഷ്, ചാത്തന്നൂരിലെ വിവരങ്ങൾ. തീർച്ചയായും 9 റൗണ്ട് 10 റൗണ്ട് എണ്ണി തീർന്നപ്പോൾ 7 വോട്ടുകളുടെ മാത്രം ലീഡ് ഉണ്ടായിരുന്ന NDA സ്ഥാനാർത്ഥി ഇപ്പോൾ 11 റൗണ്ടുകൾ പൂർത്തിയായപ്പോഴാണ് 1476 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ചാത്തന്നൂർ മണ്ഡലത്തിലെ NDAയുടെ വലിയൊരു മുന്നേറ്റം അത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന തന്നെയാണ്. ആ ഒരു മുന്നേറ്റം പല ഘട്ടങ്ങളിലും ഏറെയും കുറഞ്ഞുമൊക്കെ ആയിരുന്നു. സൂരജ് രവി UDF സ്ഥാനാർത്ഥി സൂരജ് രവി ആയിരുന്നു തുടക്കത്തിൽ അല്പം ഒരു മുന്നേറ്റം പോയിക്കൊണ്ടിരുന്നതെങ്കിൽ പിന്നീട് NDA സ്ഥാനാർത്ഥി വീണ്ടും ലീഡ് ഉയർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചാത്തന്നൂർ എത്തി. ചാത്തന്നൂരിൽ ഇപ്പോൾ ഒരു 16 റൗണ്ടുകളാണ് മുഴുവനുള്ളത്. അതിൽ 11 റൗണ്ടുകളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. ഈ 11 റൗണ്ട് പൂർത്തിയായപ്പോഴാണ് 1486 വോട്ടിന്റെ ലീഡിലേക്ക് NDA സ്ഥാനാർത്ഥി ഗോപകുമാർ എത്തിയിരിക്കുന്നത്. സുധീഷ്, ഒപ്പം തന്നെ ചോദിക്കണം, ഈ കൊട്ടാരക്കരയിൽ മാറി മറിഞ്ഞു വരികയാണ് ഐഷ പോറ്റിയുടെയും ബാലഗോപാലിന്റെയും ആ ലീഡ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഐഷ പോറ്റി ലീഡ് ചെയ്യുന്നുവെന്നായിരുന്നു മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ അത് വളരെ നേരിയ ഒരു ലീഡിന് മാത്രമാണ് അവർ മുന്നിടുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? കൊട്ടാരക്കരയിൽ ഇപ്പോൾ ഈ ലീഡിൽ ആദ്യമൊക്കെ ഈ വളരെ തുച്ഛമായ ലീഡ് നിലയിലേക്കുണ്ടായിരുന്നു സ്ഥാനാർത്ഥികൾ പരസ്പരം, അല്ലെങ്കിൽ അവരുടെ ലീഡ് ഉയർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. ഐഷ പറ്റിയുടെ ഒരു ഇടയ്ക്ക് വെച്ച് മാത്രമാണ് ഐഷ ബാലഗോപാൽ. പക്ഷേ അതൊരു കൃത്യമായ ഒരു കണക്ക് നമുക്കത് പറയാൻ. സുധീഷ്, കേൾക്കാമെങ്കിൽ ഒരൊറ്റ കാര്യം ചാത്തന്നൂരിലെ കാര്യമാണ്. 12 റൗണ്ടുകൾ എണ്ണിക്കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇനി 4 റൗണ്ടുകൾ മാത്രമാണ് ബാക്കി. ഇനി എണ്ണാനുള്ള മേഖലകൾ ആർക്കനുകൂലമായ മേഖലകളാണ് പൊതുവെ? ചാത്തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഉണ്ടാകാനുള്ളത് 12 റൗണ്ടുകൾ പൂർത്തിയായപ്പോൾ ഇനി 4 റൗണ്ടുകൾ കൂടി മാത്രമാണ് ഇത് എണ്ണാനുള്ളത്. ഈ 4 റൗണ്ടുകളിലും ഈ NDA സ്ഥാനാർത്ഥിക്ക് കൂടുതൽ മുൻതൂക്കമുള്ള മേഖലകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ലീഡ് വീണ്ടും ഉയരും. അടുത്ത തന്നെ കൃത്യമായ ലീഡ് ഉയരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലേക്ക് നേരത്തെ പറഞ്ഞു വന്നതാണ്. ഈ തമിഴ്നാട്ടിലെ കൃത്യമായ ഒരു ചിത്രം നൽകാൻ ബിനീഷ് കൊട്ടാരം കൂടി ചേരുന്നുണ്ട്. ബിനീഷ്, തമിഴ്നാടിനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ മുന്നേറ്റം വിജയ് നടത്തുകയാണ്. 42% യുവ വോട്ടർമാരുടെ വോട്ട് വിജയ്ക്ക് കിട്ടിയെന്നായിരുന്നു കണക്കുകൾ. അത് ശരിവെക്കുന്നതാണല്ലോ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അതെ, 5 പതിറ്റാണ്ടായിട്ടുള്ള തമിഴ്നാടിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിന് തന്നെയാണ് ഇപ്പോൾ മാറ്റം ഉണ്ടായിരിക്കുന്നത്. DMKയും അണ്ണാ DMKയും മാറി മാറി ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ വിജയ് മിന്നുന്ന ഒരു ജയം നേടുന്നു. ഏതാണ്ട് 8 സീറ്റുകൾ അകലെ മാത്രമാണ് കേവല ഭൂരിപക്ഷത്തുള്ളത്. 118 സീറ്റ് നേടിയാൽ വിജയ്ക്ക് ഒറ്റയ്ക്ക് ഭരിക്കാം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നത്. അണ്ണാ DMK 2ാം സ്ഥാനത്തും DMK ഭരണവിഷയ DMK 3ാം സ്ഥാനത്തേക്കും പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ. എന്തായാലും വലിയ ഒരു അട്ടിമറി തന്നെ, വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് തമിഴകം വേദിയായിരിക്കുന്നു. അപ്രതീക്ഷിതമെന്ന് പറയാം. ഒരേ ഒരു എക്സിറ്റ് പോൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും തന്നെ പ്രവേശിച്ചതിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റാലിൻ അടക്കം പരാജയപ്പെടുന്നു. ഉദയനിധി സ്റ്റാലിൻ പരാജയപ്പെടുന്നു. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയ ഇടത്താണ് സ്റ്റാലിൻ ഇപ്പോൾ പരാജയത്തിന്റെ വക്കിലേക്ക് മാറുന്നത്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം മാറുന്നു. വലിയ തോതിൽ DMKക്ക് തകർച്ച വരുന്നു. എന്നാൽ അണ്ണാ DMK കഴിഞ്ഞ തവണത്തെ നിലയുടെ അടുത്ത് തന്നെയുണ്ട്. വലിയ തകർച്ച ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 5-6 സീറ്റുകൾ മാത്രമാണ് അണ്ണാ DMKക്ക് നഷ്ടമായിരിക്കുന്നത്. എന്നാൽ DMKക്ക് അങ്ങനെയല്ല. DMKക്ക് ഉണ്ടായ നഷ്ടം മുഴുവനും വിജയ് നേടുന്നു എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ ഈ ഏറ്റവും പുതിയ ചിത്രം. എന്തായാലും തമിഴ്നാട്ടിൽ രാഷ്ട്രീയ മാറ്റം ഉറപ്പായിരിക്കുന്നു. വിജയ് തന്നെ അവിടെ നായകനായി മാറുന്നു. സിനിമയിൽ മാത്രമല്ല, തമിഴ്നാട് രാഷ്ട്രീയത്തിലും താനാണ് നായകൻ എന്ന രീതിയിൽ വിജയ് ഏതാണ്ട് വിജയം ഉറപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശരി, ബിനീഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യക്തമായ ആധിപത്യം വിജയ് ഉറപ്പിക്കുന്നു. കേരളത്തിന് സമാനമായ ഒരു 3ാം മുന്നണി, അല്ലെങ്കിൽ പക്ഷെ അത് BJP അല്ല, പകരം TVK എന്ന ആ പാർട്ടിയാണ്. ഈ അവരുടെ ഒരു ബൈപ്പോളർ രാഷ്ട്രീയമുണ്ട്.
ഉണ്ട് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ. പക്ഷെ അതിനെയൊക്കെ മറികടന്ന TVK എന്ന ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്ലാമർ കൂടി തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു കാഴ്ച കമൽഹാസനൊന്നും സാധിക്കാതിരുന്ന ഒരു കാര്യമാണ്. രജനീകാന്തിന് പോലും സാധിക്കാതിരുന്ന ഇറങ്ങിയില്ല രാഷ്ട്രീയത്തിലേക്ക് ഭയപ്പെട്ട് പിന്മാറുകയായിരുന്നു. അതിന്റെ ഒരു പ്രത്യാഘാതം ആലോചിച്ചിട്ട് കമൽഹാസൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയെങ്കിലും അദ്ദേഹത്തിന് അതിനകത്ത് വിജയിക്കാൻ സാധിച്ചില്ല. വിജയിക്ക് നേരത്തെ സ്വപ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പക്ഷേ ആ പ്രതിബന്ധങ്ങളെയൊക്കെ അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടു കൂടി അതിജീവിച്ച് മുന്നേറിയതിന്റെ ബാക്കി പത്രം കൂടിയാണ് ജനങ്ങളുടെ അംഗീകാരം ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ തമിഴ്നാടിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി തന്നെ, അതായത് ഈ ചർച്ചകൾ നടന്ന സമയത്ത് തന്നെ വിജയുമായ ഒരു കൂട്ടുകക്ഷി ഭരണത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നേടാൻ BJP അടക്കം ശ്രമിച്ചിരുന്നു, ADMK അടക്കം ശ്രമിച്ചിരുന്നു. ഈ പാർട്ടികളെല്ലാം ശ്രമിച്ചതിന് ശേഷം വേണ്ട തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചു കൊള്ളാം എന്ന ഒരു കറക്റ്റ് ഉറച്ചൊരു സ്റ്റാൻഡ് വിജയ് എടുത്തു. ഒരുപക്ഷെ ആ ഒരു സ്റ്റാൻഡ് വളരെ ശരിയായിരുന്നു എന്ന് തന്നെയാണ്. കാരണം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPയുമായി ഒരു കൂട്ട് കക്ഷി അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും വിജയ്ക്ക് അത് വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ DMK അവിടെ അപ്പർ ഹാൻഡ് എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നത് BJPയുടെ ദേശീയ തലത്തിലുള്ള രണ്ട് പ്രഖ്യാപിത ശത്രുക്കൾ അല്ലെങ്കിൽ BJPയെ നഖശിഖാന്തം എതിർത്തുകൊണ്ടിരുന്ന രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ മമതാ ബാനർജിയും ഇവിടെ തെക്ക് MK സ്റ്റാലിനും പരാജയപ്പെട്ടിരിക്കുന്നു. അവർ അധികാരത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു. അതെ, അത് BJPയുടെയും ഒരു ലക്ഷ്യമാണ്. രാഷ്ട്രീയമായി അപ്രസക്തമായി ഒന്നും നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല.